ഓട്ടടോ, എന്തായാലും അവരന്വേഷിച്ച ഒരു തുമ്പ് കിട്ടിയില്ലേ? സർ, അവന്മാര് വളരെ മോശക്കാരാണ് സർ. എന്റെ അനിയത്തിയും പ്രിയനും എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് പേടിച്ചിട്ടാ ഞാൻ സ്റ്റേഷനിലേക്ക് വന്നത്. താൻ വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തത്. നാളെ ആ കള്ളന്മാരെ നമുക്ക് പൊക്കാം. തന്റെ അനിയത്തിക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ഒരു പേടിയുമില്ലാതെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. തെറ്റ് ചെയ്യാത്തവർ പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ പോലീസിന്റെ പണി. ശരി സാർ. താൻ ഇയാളുടെ പരാതി എഴുതി വാങ്ങിക്ക്. എന്റെ നമ്പർ കൊടുത്തേക്ക്. നാളെ അവരെ കാണാൻ പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളും കൂടെ വരാം. താങ്ക് യു സാർ. ശരി. ഇങ്ങനെയുള്ള പോലീസുകാരും ഉണ്ടല്ലേ? വാ. ചേച്ചിക്ക് തുണി സ്വർണ്ണമൊക്കെ എടുത്തു വച്ചാ? തുണി എടുത്തു മോളെ. നേരത്തെ തന്നെ സ്വർണ്ണം എടുത്ത് വെക്കണ്ടെന്ന് കരുതി. ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. അച്ഛൻ സ്വർണം ഇവിടെ നിന്ന് എടുത്താ മതി. ഇവിടെ ആവുമ്പോ വില കുറച്ച് കിട്ടും. ഇവിടെ ഉള്ളവരൊക്കെ കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്യാലോ. പക്ഷേ അവിടുന്ന് ഇത്രയും ദൂരം സ്വർണം കൊണ്ടുവരണ്ടേ? അതാ ഒരു പേടി. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അമ്മ ധൈര്യമായിട്ട് വന്നോളൂ. എന്നാ ശരി, ഞാനും അച്ഛനും കൂടെ സംസാരിച്ചിട്ടേ എന്ന് വരണോന്ന് തീരുമാനിക്കാം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ പിന്നെ അവളും പ്രദീപുമായിട്ട് സംസാരിച്ചോണ്ട് നിക്കുമ്പോഴേ ആ ഉണ്ണി വന്നിട്ട് അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട്? പ്രശ്നമൊന്നും ഉണ്ടായില്ല. ലക്ഷ്മി തന്നെ അവനെ വിരട്ടി ഓടിച്ചു. പ്രദീപ് നല്ല പയ്യനാ, അവനൊന്നും കാര്യമാക്കിയിട്ടില്ല. ഭാഗ്യം. അമ്മ എന്തിനാവശ്യമില്ലാത്ത അവളോട് പറയാൻ പോന്നെ? ഇങ്ങ് തന്നെ. അമ്മ പറയുന്ന പോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ ഉണ്ണിക്കുള്ള പണി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്രദീപേട്ടനായിട്ട് കുറെ നേരം സംസാരിച്ചോ? ആള് നേരിട്ട് കാണാൻ എങ്ങനെയാ? ഓ, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചുകൂടിയില്ല. ചുമ്മാ നോണ പറയല്ലേ ചേച്ചി. ആള് കാണാൻ കൊള്ളാം, മാന്യമായ പെരുമാറ്റമാ. അപ്പം മൊത്തത്തില് ആളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ബാക്കി വിശേഷമൊക്കെ നേരിട്ട് കാണുമ്പോ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. അച്ഛനെയും അമ്മയും കൂട്ടി എന്നാ വരുന്നെന്ന് നേരത്തെ വിളിച്ചു പറയണേ. ആ ശരി മോളെ. കഴിഞ്ഞോ അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള സംസാരം? ഹലോ, ഞാൻ ഭൂമികയാണ്. ആ മാഡം, ഞങ്ങളിപ്പോ പാറുവിനോട് സംസാരിച്ച് ഫോൺ വെച്ചതേ ഉള്ളൂ. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. പറയൂ മാഡം. ഞാനും കൈലാഷും നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നിങ്ങളോടും പാറുവിന്റെ അമ്മയോടും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എപ്പോഴാന്ന് വെച്ചാ വരുമ്പം പാറുവിനെയും കൂട്ടിക്കോളൂ. ഇല്ല, ഞങ്ങൾ അവിടെ വന്നിട്ട് പോകുന്നത് വരെ പാറുവിനോട് ഈ കാര്യം പറയണ്ട. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തന്നെ പാറുവിനോട് പറഞ്ഞോളാം. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ. നിങ്ങള് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാ എനിക്ക് സമാധാനമായി. കൈലാശുദ്ധോ നേരിട്ട് പറയണമെന്ന് പലതവണ പറഞ്ഞിരുന്നു. ആ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ ഞങ്ങൾ വരുന്നത്. എല്ലാം നേരിട്ട് കാണുമ്പോ പറയാം. എന്താ വെക്കട്ടെ? ശരി മാഡം. ആ ശരി. പുറത്ത് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല.
തലയ്ക്കുള്ളിലാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞ രോഗിക്ക് തലയിലൊരു വെച്ചുകെട്ട് പോലും ഇല്ലാതെ ഡിസ്ചാർജായി പോകുന്നു.